നെയ്യാറ്റിൻകര ആലുമൂട് ജംഗ്ഷന് സമീപം യാത്രക്കാരെ അപകടപ്പെടുത്തുന്ന കുഴി രൂപപ്പെട്ടിട്ട് ദിവസങ്ങളേറെയായി. പ്രതിഷേധങ്ങൾക്കൊടുവിൽ മുമ്പ് സ്ലാബിട്ട് മൂടിയിരുന്ന അതേ സ്ഥലത്താണ് വലിയ കുഴി വീണ്ടും രൂപപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഇട്ടിരുന്ന സ്ലാബുകളുടെ കാലപ്പഴക്കം കാരണം കമ്പികൾ പുറത്തു കാണത്തക്ക വിധം അപകടാവസ്ഥയിലാണ് ഇപ്പോൾ. റോഡ് മുറിച്ചു കടക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും കാൽനടയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. ഇത് തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 10, 25, 30 വർഷം വരെ വരും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇതിൻ്റെ അടിയിലുള്ള സ്ലാബ് അത് കോട്ടം ആടുന്നുണ്ട്. ആടുമ്പോഴാണ് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് കോൺക്രീറ്റ് ചെയ്ത് ടാർ വിടുമ്പോൾ ഇതുകൊണ്ട് വലിയ വണ്ടികൾ പോകുമ്പോൾ വൈബ്രേറ്റ് ചെയ്തു അങ്ങനെയാണ് പൊട്ടിപ്പോണത്. പൊട്ടിപ്പോകുമ്പോൾ വീണ്ടും ഇവർ അധികൃതർ കൊണ്ടുവന്ന് ഇതിൻ്റെ പുറത്ത് കോൺക്രീറ്റ് ഒഴിച്ചിടും, അല്ലെങ്കിൽ ടാറ് മിക്സ് ചെയ്തിടും. ഇത് വണ്ടികൾ ഇഷ്ടം പോലെ പോകുന്നില്ല, വെയിറ്റുള്ള വണ്ടികൾ പോണത് കൊണ്ട് ഇത് ഈ അടിയിലുള്ള സ്ലാബ് ആടുന്നത് കൊണ്ടാണ് ഇത് മുകളിലത്തെ ഈ മെറ്റൽ ഉറയ്ക്കാത്തത്. അത് അടിയിലുള്ള സ്ലാബിന് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സീറ്റിംഗ് അത് കറക്റ്റ് ചെയ്താൽ മുകളിൽ എന്തിട്ടാലും അത് കിടക്കില്ല. അത് ഇവർ ഒരു 6 മാസത്തിലൊരിക്കൽ ഇവർ വരുന്നുണ്ട്. രാത്രി കൊണ്ടുവന്ന് കുറേ മെറ്റലൊക്കെ കൊണ്ട് ഇടുമ്പം 5-6 ദിവസം ഇരിക്കും. പിന്നെ ഇതെല്ലാം പൊടിഞ്ഞ് അടുത്ത കടക്കാരൻ്റെ കടയിലോട്ടാണ് ഈ പൊടികൾ കയറുന്നത്. പിന്നെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഇടയിൽ വന്ന് വീഴുന്നുണ്ട്. വീണഴിച്ച് പോകുമ്പോൾ നമ്മൾ കടക്കാർ അവരെ പിടിച്ചിരുത്തി വെള്ളമൊക്കെ കൊടുത്ത് ആശുപത്രിയിൽ പോകേണ്ടതാണ് അവരെ കൊണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇതിനൊരു പരിഹാരം വേണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലുള്ള ആ സ്ലാബ് ഇളക്കി അതിൻ്റെ കോട്ടം തീർത്ത് അത് ചെയ്താലേ കാര്യം നടക്കുള്ളൂ. അല്ലാതെ ഇത് എന്ത് മേക്കപ്പ് ചെയ്താലും ഇരിക്കില്ല. ഇത് ആരാണ് ചെയ്യേണ്ടത്? നഗരസഭയാണോ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ? ഇത് ഈ മാൻ ഹോൾ എന്ന് പറയുന്നത് BSNLന്റെ സാധനമാണ്. BSNLകാരാണ് ഇത് നിർമ്മിച്ചത്. പക്ഷെ അവർ ഒരു കണക്ഷനും കൊടുത്തിട്ടില്ല, അവരെ കെട്ടിട്ട് പോയി. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് ഈ ദേശീയപാതയിലെ ആളുകൾ, അല്ലെങ്കിൽ ഇവിടുത്തെ സംഘടനകൾ, അല്ലെങ്കിൽ നമ്മളെ പോലീസ് ഇതിനിടയ്ക്ക് റെഡി മിക്സ് കൊണ്ടുവന്ന് ഇതിൻ്റെ പുറത്തങ്ങ് ഇടുന്നുണ്ട്. അത് 5-6 ദിവസം കിടക്കും. അവർ 3-4 പ്രാവശ്യം ഇവിടുത്തെ പോലീസ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അത് 5-6 ദിവസം കിടക്കും. ഒരു മഴയും പെയ്ത് 2 വെയിലും അടിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഇളകി പോകും. അതിന് ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ സ്ലാബ് ഇളക്കി നല്ല അതിൻ്റെ കോട്ടം എന്താണെന്ന് കണ്ടുപിടിച്ച് ചെയ്താൽ കിടക്കും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു മെയിൻ ഹോളുണ്ട്, അതിന് കുഴപ്പമില്ല, അത് കറക്റ്റാണ്. ഇത് തൊട്ടടുത്തടുത്ത് 2 എണ്ണമാണ്. അതിൽ ഒരെണ്ണത്തിൽ ഇതിന് മാത്രമേ അപകടസ്ഥിരമായിട്ടുള്ളത് തന്നെ. ഇനിയിപ്പോൾ അത് കമ്പികൾ ഇരിക്കുന്നത്, ഈ കമ്പികൾ ഇപ്പം നമ്മളിപ്പോൾ ചാക്കൊക്കെ പറക്കിയിട്ടൊക്കെയാണ് അങ്ങനെ ഇരിക്കുന്നത്. കമ്പി കുറഞ്ഞ പൊങ്ങിയിരിക്കുക, ഒരു അതിൻ്റെ തുമ്പോ ഭാഗം പൊങ്ങിയിരിക്കുമ്പോൾ അത് വണ്ടികൾ വന്ന് ടയറുകൾ കുത്തിക്കയറും. ദിനവും ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന ആലുമൂട് ജംഗ്ഷനിലെ കുഴിയും അതിലെ തുരുമ്പെടുത്ത കമ്പികളും ജനങ്ങളുടെ യാത്രയ്ക്ക് ഭീഷണിയായി മാറുന്നുവെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ദേശീയപാതയിലെ ഈ ദുരവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. നമസ്കാരം, ഞാൻ നെയ്യാറ്റിൻകര ഡോക്ടർ ശബരിനാഥ് രാധാകൃഷ്ണൻ. ഞാനൊരു സാമൂഹിക പ്രവർത്തകനാണ്. ഇപ്പോൾ നെയ്യാറ്റിൻകര ആലുമൂട്ടിലൊരു ടെലിഫോൺ ഇതായിട്ടൊരു വലിയൊരു അപകടം പിടിച്ച ഇതാണ് രംഗമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. ഈ കമ്പി ആ കുഴി ടെലിഫോണിന് വേണ്ടി എടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. പലപ്പോഴും ആ കുഴിയിൽ ഇങ്ങനെ പലരും വന്ന് പഴന്ന് എഴിഞ്ഞു പോകാറുണ്ട്. ഇപ്പം പിന്നെ അതിന് കോൺക്രീറ്റ് ചെയ്ത് കമ്പിയൊക്കെ ഇട്ടു. കമ്പി ഇട്ടിട്ട് മാക്സിമം കൂടി ഇപ്പോൾ ഒരു 3 മാസത്തിനുള്ളിൽ 3-4 മാസത്തിനുള്ളിലാകത്തുള്ളൂ. ഇപ്പോൾ ഈ കമ്പിയൊക്കെ ഇളകി വളരെ ഡേഞ്ചറായിട്ട് അതിനെക്കാട്ടും വളരെ ആപത്ത് ഘട്ടത്തിൽ അപായമായ രംഗത്താണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഓരോ കമ്പികൾ ഇളവി ബൈക്കുകൾ വരുമ്പോൾ ഈ ബൈക്കുകൾ വരുമ്പോൾ ബൈക്കിൻ്റെ ഫ്രണ്ട് വീല് ഇത് ടയർ തട്ടിയിട്ട് ടയർ പഞ്ചറാകുന്നു. അത് പലരും വീഴാൻ ശ്രമിക്കുന്നു. എന്താ ദൈവാദിനം കൊണ്ട് ഇതുവരെ ആരും വീണ് ഒരു ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായില്ല. ഇനി അപകടം വരാനിരിക്കുന്നത് നമ്മൾ കാത്തിരിക്കാതെ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം എപ്പോഴും കാണേണ്ടതാണ്. ഞാൻ തന്നെ ഇന്ന് രാവിലെ ബുള്ളറ്റിൽ ഇങ്ങോട്ട് വരുമ്പോൾ അതിനിടയിൽ ആ ടയറിൻ്റെ ഇടയിലായി വലിയ ബുദ്ധിമുട്ട്. ബാക്കിൽ നിന്ന് ബസ്സുകളൊക്കെ വരികയായിരുന്നു. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അധികൃതർ ഇതിനുള്ള തക്കതായ ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരും കാലങ്ങളിൽ വലിയൊരു ആപത്തിന്, ഒരു ദുരിതത്തിന് സാക്ഷിയാവേണ്ടി വരും. അതിനൊരു പരിഹാരം കാണണമെന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം. അധികൃതരുടെ അനാസ്ഥയിലാണ് മാസങ്ങളായി ഭീഷണിയായി മാറുന്ന കുഴി രൂപപ്പെട്ടത്. കുഴിക്കരികിൽ കൂർത്തു നിൽക്കുന്ന കമ്പികളിൽ തട്ടി തലനാഴിരിക്കാണ് പലരും രക്ഷപ്പെടുന്നത്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അപകട സാധ്യത ഏറെയാണ്. ഈ ദുരിതയാത്രയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്ന ആവശ്യം ഉയരുകയാണ്. വിസ്മയ ന്യൂസ്, നെയ്യാറ്റിൻകര.